പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുനമ്പത്തെ സമരപ്പന്തലിലാണ് ABCT. ഞങ്ങളുടെ കൂടെ ലിസി അമ്മച്ചി ഉണ്ട്. ലിസി അമ്മച്ചി ഇന്ന് വലിയ സന്തോഷത്തിലാണ്. കാരണം 174 ദിവസം നീണ്ടുനിന്ന സമരം വിജയിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് വഖഫ് എന്നുള്ള കിരാത നിയമത്തെ അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തിയ ദിവസമാണ്. തൊട്ട് പുറകിലാണ് അറബിക്കടൽ. അപ്പൊ ഏതായാലും ലിസി അമ്മച്ചിയെ കാണുന്നതും പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും വലിയ സന്തോഷമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചിയുടെ ചെറുപ്പകാലത്ത് ഈ ഭൂമിക്ക് വേണ്ടി ജയിലിൽ പോയ ആളാണ് ലിസി അമ്മച്ചി. എനിക്ക് തോന്നുന്നു ലിസി അമ്മച്ചി നമുക്ക് ആ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അമ്മച്ചി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുനമ്പത്തെ ഈ ഭൂമിക്ക് വേണ്ടി സമരം അന്നേ തുടങ്ങിയ ആളാണ് അല്ലെ? അതെ, അന്നേ തുടങ്ങിയതാണ്. ഇവിടെ ആദ്യം ആരംഭിച്ച ഒരു സമരം ഒരു ചിറകെട്ട് സമരമാണ്. അത് മുമ്പായിരിക്കും, അത് 60-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. 60-ലാണ്. അവിടെ ഞങ്ങൾ ഇച്ചിരി കക്കവാരി സ്ത്രീകൾ ശേഖരിച്ച് ഞങ്ങൾ അതുകൊണ്ട് ആണും പെണ്ണും ജോലി ചെയ്താലാണ് ഇവിടെ ജീവിക്കാൻ അന്നേരത്ത് പറ്റുള്ളൂ. കക്കവാരി ശേഖരിച്ച് കൂട്ടുന്നതായ ആ സ്ഥലത്ത് വെള്ളം വന്നാണ് അന്ന് കയറ്റിക്കൊണ്ടുപോണത്. അന്ന് വണ്ടിയോ ലോറിയൊന്നും കയറില്ല. ഇവിടെ റോഡൊന്നും ഇല്ലാത്ത കാലഘട്ടം. ആ സമയത്ത് ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഈ ഫറൂഖ് കോളേജ് ശ്രമിക്കുകയാണ്. ആദ്യം ഈ കേറ്ററക്ക് തടസ്സപ്പെടുത്തണം, ഞങ്ങളുടെ തൊഴിൽ മുട്ടിക്കണം. ആ വിധത്തിലുള്ള എതിരായിരുന്നു. ഫറൂഖ് കോളേജ് ഫണ്ട് കെട്ടാനായിട്ട് അന്ന് ഇവിടെയുള്ള ഒരു മുതലാളിയുടെ ആ സഹായത്തോടുകൂടി, പോലീസിന്റെ സഹായത്തോടുകൂടി ഒരു ഫണ്ട് കെട്ടാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് 12 വയസ്സ്. ആ സമയത്ത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മടത്തിലെ കോൺവെന്റിലാണ് പഠിക്കണ. കുറെ ദൂരം പോണെങ്കിലും പഠിക്കാൻ പോകും. ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഈ ഫണ്ട് കെട്ടാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ അമ്മമാരും അപ്പന്മാരും ഇതിന് തടസ്സമായിട്ട് ഇത് കെട്ടിക്കാതിരിക്കാൻ തടസ്സം നിന്ന് അന്ന് PSPക്കാര് പട്ടമ്പഴ താണുള്ള ഗവൺമെന്റ് അന്ന് ഭരിക്കണ കാലഘട്ടത്തിൽ അവരാണ് ഞങ്ങൾക്ക് സഹായമായിട്ട് എത്തിത്തീർന്നത്. അപ്പൊ ഷോൺ ജോർജിന്റെ അപ്പനാണെന്ന് തോന്നുന്നു ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, PC ജോർജൊക്കെ. ആ സമയത്താണ് ഈ സമരം ഞങ്ങൾ ചെയ്യണത്. മഞ്ചി നിറച്ച് കല്ല് കൊണ്ടുവന്ന് ചിറകെട്ടാനുള്ള കല്ല് കൊണ്ടുവരും. ഞങ്ങൾ പുഴ നീന്തി ചെന്ന് ഈ കല്ല് മുക്കിക്കളയും. കൊച്ചുങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഞാനൊരു കുറെ പിള്ളേരെ അങ്ങനെ കൂട്ടിക്കൊണ്ട് ഒരു വില്ലത്ത് കയറി നിൽക്കുമ്പോ എല്ലാവരും കയറി നിൽക്കുമ്പോ മഞ്ചി പൊങ്ങിപ്പോവും. അങ്ങനെ 3 മഞ്ചി അങ്ങ് മുക്കി. 3 മഞ്ചി മുക്കി കഴിഞ്ഞപ്പോ പോലീസ് ഞങ്ങളെ കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോകുമ്പോ അമ്മയോടൊക്കെ അപ്പൊ അമ്മച്ചി വളരെ ശക്തമായിട്ട് പറഞ്ഞ് പെണ്ണ് ആണുങ്ങളേലും മേലായിട്ട് നടക്കണം എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പിണങ്ങുമെങ്കിലും ഇവരെയൊക്കെ കൂട്ടി ഞങ്ങള് പോകും. അമ്മ കരയണ്ട, ഞങ്ങ കണ്ടില്ലെങ്കിൽ കരയണ്ടെന്നൊക്കെ പറഞ്ഞ് പോകും. മുദ്രാവാക്യമൊക്കെ വിളിച്ച് പോകും. അങ്ങനെ പോയിട്ട് 3 പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയി. 4ാമത്തെ പ്രാവശ്യമായി കഴിഞ്ഞപ്പോ എന്നെ പറവൂരി കൊണ്ടുപോയി. മറ്റേ പിള്ളേരെയൊക്കെ പറഞ്ഞടിച്ച് നിന്നെ ഇനി വിട്ടാ ശരിയാകൂലെന്നും പറഞ്ഞ് പറവൂരി സെൻട്രൽ ജയിലിൽ 14 ദിവസം റിമാൻഡിലായി. സബ് ജയിലിൽ റിമാൻഡിലായി. അമ്മമാരെയും കൊണ്ടുപോയി റിമാൻഡിലാക്കി 14 ദിവസം അവിടെ കിടന്ന് കോടതിയിൽ ഞങ്ങളെ ജാമ്യം എടുക്കാനായിട്ട് അന്നത്തെ ഭരണകക്ഷികളൊക്കെ ഷോൺ ജോർജിന്റെ അപ്പനൊക്കെ തയ്യാറായി. ഒരു വക്കീലിനെ പപ്പർജി എന്നൊക്കെ പറയണത് ചെറിയ ഓർമ്മയുള്ള വക്കീലിന്റെ, ആ വക്കീലിനെ കൊണ്ടുവന്ന് ജാമ്യം എടുക്കാനൊക്കെ ഞങ്ങളെ ഇവിടെ നിന്ന് ജയിലിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞ് കോടതിയിൽ തന്നെ പോലീസുകാർ കയറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും കയറും കോടതിയിൽ. അപ്പൊ പറയും ഞങ്ങൾ ഈ ജയിലിൽ പിന്നെയും ഇടും, കോടതി കയറണ്ട, കൊച്ചിങ്ങൾക്ക് കയറാൻ പാടില്ല അങ്ങോട്ട്. അപ്പൊ പിന്നെയും കൊണ്ടുപോയി ഇടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കോടതി കയറാൻ ശ്രമിച്ചിട്ട് പോലീസ് തടുത്ത് അങ്ങനെ കയറിയില്ല. അന്ന് തുടങ്ങി ഞങ്ങൾ ഇവിടെ പോരാട്ടം എന്ന് പറയണ ഞങ്ങൾക്ക് അന്നേരത്ത് ഞങ്ങൾ ഈ പടിഞ്ഞാറ് വശം അപ്പൊ ചെറിയ തോതിലുള്ള ഒരു കര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളമാണ്. 14 വീട്ടുകാരിൽ പെട്ട ഒരു മാർക്കോസ് എന്ന ആളുടെ മോളാണ് ഞാൻ. ഞങ്ങൾ 9 മക്കളിൽ 3ാമത്തെ ആളാണ് ഞാൻ. അപ്പൊ അവിടെ ഇങ്ങടൊക്കെ കരയില്ല.
പിന്നെ കടൽ വെച്ച് കര വെച്ച് ഓരോ വീട്ടുകാരും വന്ന് താമസിച്ച് ഈ കടല് കയറി ഒഴുകുന്നതായ സമയത്ത് എൻ്റെ മാതാപിതാക്കള് അന്ന് ഓട മേഞ്ഞ പെരകളാണ്, കുറ്റിയൊന്നുമില്ല. അപ്പൊ പഴയ ചീനകളുടെ ഉറഞ്ഞ കുറ്റികൾ കൊണ്ടാണ് പെര ഉണ്ടാക്കണം. മടല് കൊണ്ട് വെച്ച് കെട്ടി അതിൻ്റെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ ചെറ്റപ്പര കുത്തി മറക്കൂല, വെറുതെ ആഞ്ചാൻ കെട്ടി ഇങ്ങനെ തയ്ച്ച് വെച്ചിടുള്ളൂ. എന്താണ് അപ്പപ്പ പൊളിച്ച് മാറ്റണം. ആ വിധത്തിലാണ് കടൽ കയറിക്കൊണ്ടിരുന്നത്. ചിലപ്പോ കഞ്ഞി അടപ്പത്തിട്ടുണ്ടാവുള്ളൂ, കടലിൽ പെരക്കകത്ത് കൂടി കയറി ഒഴുകും, കഞ്ഞിക്കലവും പോകും. അങ്ങനെയുള്ള ഭയങ്കര കഷ്ടപ്പാടില് ദാരിദ്ര്യത്തിലും ഉടുക്കാനില്ല, ഞങ്ങൾക്ക് പഠിക്കാൻ പോകാൻ സാധിക്കണില്ല. അതിനുള്ള ഒരു പുസ്തകങ്ങളോ പേനകളോ മേടിച്ചു തരാനുള്ള നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ ഒരു നേരമൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിലും ബാക്കിയുള്ള സമയങ്ങൾ ഞങ്ങളുടെ പിതാവൊക്കെ കഞ്ഞിരവെള്ളം, തണുത്ത കഞ്ഞിരവെള്ളം സൂക്ഷിച്ചു വെച്ചിട്ടാണ് രാവിലെ ചീനവലടിക്കാൻ പോകുമ്പോ അപ്പനെയും അമ്മച്ചി എടുത്തു കൊടുക്കണത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു വീട്, കിടപ്പാടം എന്നുള്ള സ്വപ്നമൊക്കെ നമ്മൾ പൂർത്തീകരിക്കാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം കടന്നു പോകുന്നു. കോളേജുകാരായിട്ട് ഞങ്ങൾ തൈ വെച്ച സമയത്ത് ഞങ്ങളുടെ തൈ വെക്കണ്ടെന്ന് ആരും തരത്തില്ല. ഞങ്ങള് വൃക്ഷഫലങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് ഈ തെങ്ങ് കുലച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ ഉള്ള ഒരു പോലീസിനെയും കൂട്ടി ഞങ്ങൾ കോളേജുകാർ ഞങ്ങളുടെ തെങ്ങ് കയറിക്കാൻ വന്ന. അപ്പൊ ഞങ്ങൾ തടുത്ത് ആ ആരംഭം മുതൽ പിന്നെ കേസ് പറയാൻ തുടങ്ങി. ഒരു കുടിയാൻ സംഘം എന്ന് പറഞ്ഞ സംഘം ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേസ് പറഞ്ഞ് ഈ കേസ് അവസാനം ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയില്ലല്ല, ഇവരോട് പോരാടാനുള്ള പൈസയുടെ നിവൃത്തിയില്ല. അപ്പൊ കേസ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ കേസ് തോറ്റു കഴിഞ്ഞപ്പോ പലവട്ടം ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ കോളേജുകാർ തന്നെ ഒരു ഒത്തുതീർപ്പിനായിട്ട് ഒരുങ്ങിയാണ്. അവർക്ക് ഒരിക്കലും ഞങ്ങൾ അതിൻ്റെ ഇടക്ക് ഞാനൊക്കെ വലുതായി കഴിഞ്ഞപ്പോ മാറി തന്നെ ഗവൺമെന്റിന്റെ മുന്നിൽ എല്ലാവരെ കൊണ്ട് ഒപ്പിടിച്ച് ഈ കരമേൽ ഇല്ലാത്ത ആളെ കൊണ്ടും കൂടി ഒപ്പിടിച്ച് ഞങ്ങൾ പ്രമേയമൊക്കെ കൊടുക്കും. ഇത് ഗവൺമെന്റ് ഭൂമിയാണ്, ഞങ്ങൾക്ക് നിവേദനം കൊടുക്കും, ഇത് ഞങ്ങൾക്ക് പതിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പെണ്ണുങ്ങളെയൊക്കെ കൂട്ടി തന്നെ പോയി നിവേദനമൊക്കെ കൊടുക്കും. പക്ഷെ അത് അന്ന് അവര് ചെവി കൊണ്ടില്ല ആ നാളിലൊക്കെ. പിന്നെ ഞങ്ങൾ ഒടുവിൽ വളരെ പോരാട്ടത്തിന് പോലീസ് ഒരു പെര പൊളിച്ചു കെട്ടാൻ ഒക്കെ സമ്മതിക്കാതെ വന്ന് വളരെ ക്രൂരമായിട്ട് തന്നെ ഞങ്ങളോട് ഇവര് പെരുമാറി കഴിഞ്ഞപ്പോ ഒരു ഒത്തുതീർപ്പ് വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും അതിന് സഹകരിച്ചു. കോടതി ഉൾപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി വിലക്ക് വാങ്ങാനുള്ള തീരുമാനം എടുത്തു. അന്ന് ഇല്ലാത്ത വില, അന്ന് ഈ ദേശത്തെങ്ങും ഇല്ലാത്ത വില കൊടുത്ത് ഞങ്ങൾ ഈ ഭൂമി വാങ്ങി. ഈ ഭൂമി വാങ്ങി എനിക്ക് 40 വയസ്സുള്ളപ്പോഴാണ് ഭൂമി വാങ്ങണത്. ഇപ്പൊ എനിക്ക് 77ാമത്തെ വയസ്സാണ്. മാർച്ച് 8-ാം തീയതി വന്നപ്പോ ഞാൻ 77-ിലോട്ട് കടന്നു. അപ്പൊ ആ സമയം വരെയും റവന്യൂ അവകാശങ്ങളോടുകൂടി സകലവിധ അധികാരങ്ങളോടുകൂടി ഉപയോഗിച്ചിരുന്ന ഒരു ഭൂമിയുടെ മേലിൽ ഈ വക്കപ്പ് എന്ന ഒരു നിയമം കടന്നുകൂടിയപ്പോ ഈ വക്കപ്പ് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞില്ല. ഇതെന്ത് സാധനം എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഈ വക്കപ്പ് എന്ന് പറയുന്ന സാധനം എന്ത്? അങ്ങനെയാണ് ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ അന്ന് ഭരണകക്ഷി മുഖ്യമന്ത്രിയിലേക്ക് പോയി ഇവിടെയുള്ള ബെന്നി ഉൾപ്പെടെ അച്ഛനെ ഉൾപ്പെടെ മുഖ്യമന്ത്രിനെയൊക്കെ കണ്ട് അവരിപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് MLA ഒക്കെ കൂടി കൊണ്ടു നടന്ന് 2-3 വർഷം ഞങ്ങളെ കഴിഞ്ഞു. അപ്പൊ ഭരിച്ചിരുന്നത് BJP ഗവൺമെന്റ് ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു സമരത്തിന് ഒരുങ്ങുകയും ഇതേപോലെ ഇവരുടെ പുറകെ നടക്കാതെ ഇരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റക്കവരിക്ക് എത്രയും പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് നടപ്പാക്കി തരാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പോകേണ്ടടുത്തല്ല പോയത്. ഇവര് ഞങ്ങളെ പറ്റിച്ച് കൊണ്ടുനടന്നു. എല്ലാവരും ഉണ്ടായി. കോൺഗ്രസ്സുകാര് ഞങ്ങളത് കഴിഞ്ഞ് സമരം തീരുമാനിച്ചു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ് ഇവരോട് നമുക്ക് സമരത്തിനോട്ട് പോകാം. സമരം എനിക്ക് താല്പര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നേടാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ വലുതായി കഴിഞ്ഞപ്പോ ചെറിയ നാളിൽ തന്നെ അന്ന് വീട്ടുകാരെല്ലാവരും കോൺഗ്രസ്സുകാരാണ്. ഞാൻ വളർന്നു വന്നപ്പോ എനിക്ക് ഇഷ്ടം കമ്മ്യൂണിസത്തിനോടാണ്. ഞാനപ്പോ ഒരു നിവൃത്തിയില്ല ചുവപ്പ് ഉണ്ടാക്കാൻ. അങ്ങനെ ഇഷ്ടിയൊക്കെ അരച്ച് കലക്കി പഴംതുണി കൊണ്ട് കൊടിയുണ്ടാക്കി പിള്ളേരെയൊക്കെ കൂട്ടി ജാഥ പോലാണ് എൻ്റെ തൊഴിൽ. അപ്പൊ ആ വിധത്തിൽ എനിക്ക് ഇവരോട് നല്ല താല്പര്യവും വളർന്നു വന്ന് അത് കഴിഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഞാൻ നിന്ന് വിവാഹം കഴിച്ചത്. എൻ്റെ 20 വയസ്സിലാണ് കല്യാണം.
കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് കെട്ടിയനും കോൺഗ്രസ്സുകാരനാണ്. എന്നാ വോട്ട് ചെയ്യാൻ വിടൂല. ഞാൻ പറഞ്ഞു എന്റെ വോട്ടവകാശം എനിക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് മത്സരിച്ച് എന്നാൽ എങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ പേരിൽ കേസ് കൊടുക്കണം. എങ്ങനെയാണ്? അങ്ങനെ സഹിച്ചൊക്കെ നിന്ന് ഇവിടെ PK വേലായുധൻ നിന്ന കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യണം. PK വേലായുധന് ചെയ്തില്ല, ആദ്യമായിട്ട് വോട്ട് ചെയ്യണം. അപ്പൊക്കെ ഇവിടെ ഭയങ്കരമായ സമരം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ ഈ മുനമ്പം പ്രദേശം എന്ന് പറഞ്ഞാല് മുഴുവൻ ഒരു പക്ഷെ കോൺഗ്രസ്സുകാർക്ക് നല്ല ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. നിങ്ങളെല്ലാവരും ഈ സമരം ചെയ്യുന്ന 1000-600 വീടുകാരുണ്ടല്ലോ, ഇവരെല്ലാം ഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരാണ്. എന്താണ് കോൺഗ്രസ്സുകാർ നിങ്ങളെ സഹായിക്കാറുള്ളത്? ഈ കോൺഗ്രസ്സുകാരാണ് ഇവര്. എന്റെ അപ്പനും അമ്മയൊക്കെ ഇന്ദിരാഗാന്ധി മരിച്ചെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മച്ചി എത്ര ദിവസമാണ് കരഞ്ഞത്. നിങ്ങളെ സഹായിക്കാൻ ഇവര് സഹായിക്കാഞ്ഞത് എന്താണെന്ന് അറിയില്ല. ഇവര് സഹായിക്കാത്തത് മുസ്ലിം ലീഗ് ഇല്ലാതെ ഇവർക്ക് ഒറ്റക്ക് ഭരിക്കാൻ പറ്റൂല. അപ്പൊ ഇവർക്ക് കൂട്ടുഭരണം വേണം. അപ്പൊ ഞങ്ങളെക്കാളും കൂടുതൽ ഞങ്ങൾ എങ്ങനെയായാലും ഇവരുടെ അടുപ്പത്തിൽ തന്നെ ഞങ്ങളുടെ കാരണന്മാര് കിടക്കുമെന്ന് ഇവർക്കറിയാം. കോൺഗ്രസ് ആയിരിക്കും. ഞാനൊക്കെ പാർട്ടി പ്രവർത്തനം തുടങ്ങി. ഇവിടെ കുറെ ആളുകളുടെ വീടുകൾ കയറി ഇറങ്ങി ഇവരെ പറ്റി. അപ്പൊ എന്റെ ആങ്ങളെ വല്യപ്പന്റെ മക്കളൊക്കെ കോൺഗ്രസ്സുകാരായോണ്ട് എനിക്ക് എതിരായിട്ട് അവരും മുമ്പും പുറവും നടന്ന് പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തും. ഞാൻ കമ്മ്യൂണിസ്റ്റിന് വേണ്ടി ചെയ്യും. അങ്ങനെ കുറെ പേര് കമ്മ്യൂണിസ്റ്റായി കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കി ഇറങ്ങി. അങ്ങനെ ചുരുക്കം പേരാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളത്. അപ്പൊ എന്നിട്ടും ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വന്നപ്പോ, ഇപ്പൊ കുറച്ച് പറയാനേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വന്നപ്പോ ഇവരുടെ പുറകെ ഞങ്ങൾ നടന്ന് ഇവര് ഞങ്ങളെ സഹായിച്ചില്ല. ഞങ്ങളെ കൊണ്ടു നടന്ന് ഞങ്ങളുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തുകയല്ലാതെ ഞങ്ങളെ സഹായിച്ചില്ല എന്ന് മാത്രം ആണ് ഞങ്ങൾക്കുള്ള ആ സങ്കടം. ഇപ്പൊ ഞങ്ങളുടെ ഈ അവസ്ഥ റിട്ട് കൊടുത്ത് ഞങ്ങളുടെ പേരിൽ വക്കപ്പ് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് സമരം തുടങ്ങാം. അപ്പൊ പറഞ്ഞു നമ്മൾ റിട്ട് കൊടുത്തണം. റിട്ട് പെട്ടെന്ന് നല്ല വക്കീലാണെങ്കിൽ തള്ളിക്കാം, നമുക്ക് സമരം ചെയ്യാം. അപ്പോഴും നമ്മുടെ സമരസമിതിയൊക്കെ സമ്മതിച്ചില്ല. സമരം കോടതി കേസ്, ഞാൻ പറഞ്ഞു കോടതി കേസ് കിടന്നോട്ടെ, നമുക്ക് സമരം ചെയ്യാം. അന്നേരത്തും കുറെ സമയങ്ങൾ MLA കൊണ്ട് MLA കളയിച്ച് കുറച്ച് ദിവസങ്ങള് കരമടക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി. കരമടച്ചു കഴിഞ്ഞപ്പോ പായസം വെച്ച് MLA ആഘോഷിക്കാനും പിടിക്കാനും ഒക്കെ പോയി. എന്റെ പാർട്ടിയാണെങ്കിലും ഞാൻ പങ്കെടുത്തില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പങ്കെടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെയും തുടങ്ങി തടസ്സം വെച്ച്. പിന്നെ ഞങ്ങളുടെ റവന്യൂ അവകാശം പിന്നെയും തടസ്സം വെച്ച്. 2 വ്യക്തികളുടെ ഒരു അപേക്ഷമേൽ, ഒരു കടലാസുമേലാണ് ഞങ്ങളുടെ ഈ റവന്യൂ അവകാശം തടസ്സപ്പെടുത്തിയത്. ഈ താലൂക്കുകാരിക്ക വില്ലേജുകാരിക്ക പറയാൻ കഴിഞ്ഞില്ല. ഇത്രയും വർഷങ്ങൾ അവര് ഈ സർവ്വവിധ സ്വാതന്ത്ര്യത്തോടുകൂടി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂമിക്ക് ഞങ്ങൾക്ക് സാധ്യമല്ല, ഇത് അവരുടേതാണെന്ന് അവര് തിരിച്ചു പറയാതെ അപ്പൊ അങ്ങനെ അവര് ഞങ്ങളെ ഇത്രയും നാളും കഷ്ടപ്പെടുത്തി. അതിൻ്റെ ഇടക്കാണ് ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ്റെ BJPക്കാര് കടന്നു വന്ന് അവരെ ഞങ്ങൾ വിളിച്ചില്ല. നല്ല സമരക്കാരനെ പോലെ അവർ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാനും ഞങ്ങളുടെ സങ്കടങ്ങൾക്കൊപ്പം അവർ നിന്ന്, അവർക്ക് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, അവർ ഞങ്ങളെ സഹായിക്കാൻ വന്നവരാണ്. അപ്പൊ ഞങ്ങളും എല്ലാ ദിവസവും ആയി കഴിഞ്ഞപ്പോ ആദ്യം ഷോൺ ജോർജിന്റെ അപ്പനൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞാനൊന്നും വന്നില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ല, ഞാൻ വന്നില്ല, BJPക്കാരല്ലേ വഴി എന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ വന്ന് ഇവരുടേതായ പെരുമാറ്റവും സ്വഭാവവും വേറെ ഇവരൊട്ട് വന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ വന്നില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. പഞ്ചായത്ത് IB വന്ന് ഒരു പ്രാവശ്യം വന്നു. പിന്നെ ഈ പഞ്ചായത്തുകാർ വന്നില്ല, പഞ്ചായത്ത് മെമ്പർ പോലും വന്നില്ല ഇവിടെ. ഞങ്ങളെ എല്ലാവരും തള്ളിക്കളഞ്ഞ, ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും തള്ളിക്കളഞ്ഞ ഒരവസ്ഥയിലാണ് BJPക്കാര് ഞങ്ങൾക്ക് കൈത്താങ്ങലുമായിട്ട് വന്നത്. ഉപ്പായി പിന്നെ അല്ലാതെ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണ്ടേ. എന്തിനു വേണ്ടി ഓരോരുത്തരാ തെരഞ്ഞെടുക്കണം? നമ്മളുടേതായ ആവശ്യങ്ങൾ നടത്തി തരാന്ന് നമ്മളോട് അവര് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ വോട്ട് മേടിച്ചെടുക്കണം. ഓരോ വാഗ്ദാനങ്ങളും ചെയ്ത് നോട്ടീസ് നമ്മുടെ തന്ന് ഇന്നത് ഞങ്ങൾ കൂടെയുണ്ട്. എന്നിട്ട് ഈ കിടപ്പാടത്തിന്റെ പ്രശ്നം വന്നപ്പോ ഈ 610 കുടുംബങ്ങളെയും ഇവര് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവര് തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ നിൽക്കും? ഇവരുടെ കൂട്ടത്തിൽ ഈ മെത്രാൻ സഭ എല്ലാം ചേർന്നിട്ട് പറഞ്ഞല്ലോ, കേരളത്തിലെ MPമാരെല്ലാം
ബില്ലിനെ അനുകൂലിക്കണമെന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി അല്ലാതെ ആരും അത് കേരളത്തിലെ എംപിമാരെല്ലാവരും അനുകൂലിക്കണമെന്ന് ഈ ക്രിസ്തീയ സംഘടനകൾ തന്നെ ഒന്നിച്ചു നിന്നുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾ എംപിമാർക്ക് ലെറ്റർ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ എംപിമാരുടെ വീട്ടിലേക്ക് പോയി എല്ലാം ചെയ്തിട്ട് പോലും അയാള് ഞങ്ങൾക്ക് എതിരായിട്ടാണ് പാർലമെന്റിൽ വാദിച്ചത്. അപ്പൊ ഈ മുഖ്യമന്ത്രി അവരുടെ പാർട്ടി കോൺഗ്രസ് നടക്കണ ആ സമയത്ത് അവരുടേതായ ഈ കേരളത്തിലെ എംപിമാരോട് പറഞ്ഞത് നിങ്ങ ഇവിടെ പിന്നെ വന്നാൽ മതി, നിങ്ങ അങ്ങോട്ട് പോയി ഇത് വക്കഫിന് എതിരായിട്ട് നിങ്ങൾ സംസാരിക്കണമെന്ന് വോട്ട് ചെയ്യണമെന്ന്. ഞങ്ങൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ജനം ഞങ്ങളെ തള്ളിക്കളഞ്ഞതുപോലെ തള്ളിക്കളയും. ഞങ്ങളുടെ നേരെ ഞങ്ങളുടെ കാര്യങ്ങൾ മറന്നു പോയതുപോലെ, ഇവരുടെ സോഡിയം കുറഞ്ഞു പോയതുപോലെ ഇവരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട് ഞങ്ങളുടെ കൈവിരലിന്റെ, അത് ഇവർ ഓർത്തോട്ടെ. ആ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോ ഇവർക്ക് ശരിക്കും ഓർമ്മ വന്ന് വീട്ടിൽ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോ ഞങ്ങളെ പറ്റി ഓർത്തോളൂ. ഞാനിവിടെ വരുമ്പോ കണ്ടതെന്നറിയാം, അമ്മച്ചി ഇരിക്കുന്നതിന് നേരെ മുകളില് ഒരു മറ്റേ മുളന്തട്ടില് സുരേഷ് ഗോപിയുടെ പടം വെച്ചിട്ടുണ്ട്. വേറെ ആരുടെയും പടമില്ല. അതെന്താ ഈ സുരേഷ് ഗോപിയുടെ മാത്രം പടം വെച്ചിരിക്കുന്നത്? സുരേഷ് ഗോപി ഇവിടെ കടന്നു വന്ന് ഇതേപോലെ കോൺഗ്രസിന്റെ ഒരു പെണ്ണ് നേതാവ്, അതിന്റെ പേര് എനിക്ക് മറന്നു, അതും കടന്നു വന്ന് ഞങ്ങളെപ്പറ്റി അവിടെ പ്രധാനമന്ത്രിനോട് സംസാരിക്കും. ഞങ്ങളുടെ സങ്കടങ്ങൾ ആവലാതി അവിടെ ബോധിപ്പിക്കാൻ ഞങ്ങൾ ഈ ബില്ല് പാസ്സാക്കുന്നവരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് പരിഹാരം ഈ മുനമ്പം പ്രദേശത്ത് ഞങ്ങൾ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയ ആ നാൾ തുടങ്ങി അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അദ്ദേഹം പാർട്ടിയും പറഞ്ഞ ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് സത്യസന്ധമായിട്ട് അത് നിവർത്തിച്ച് തന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്നും നന്ദിയുണ്ട്. ഈ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ CPM-ന്റെ MP പറഞ്ഞത് തൃശ്ശൂർക്കാർക്ക് ഒരു അബദ്ധം പറ്റി, അതാണ് സുരേഷ് ഗോപി ചോദിച്ചത്. അടുത്ത പ്രാവശ്യം അവനെ തോപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വല്ലതും തോന്നുന്നു? തൃശ്ശൂർക്കാർക്ക് അബദ്ധം പറ്റിയോ? തൃശ്ശൂർക്കാർക്ക് അബദ്ധം പറ്റി എന്ന് പറയണത് ഈ സുരേഷ് ഗോപിനെ ജയിപ്പിച്ചത് അബദ്ധം പറ്റി. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നത് കൊണ്ടാണ് ആ പറയണ. അപ്പൊ അല്ലെങ്കിൽ സുരേഷ് ഗോപി വാദിക്കാൻ അവിടെ ഉണ്ടാകൂലല്ലോ ഞങ്ങൾക്ക് വേണ്ടി. കേരളത്തിൽ നിന്ന് ഒരേ ഒരു MP മാത്രം ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാനും സ്വരം ഉയർത്താനും ശക്തമായിട്ട് തന്നെ, വളരെ ശക്തമായിട്ട് തന്നെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചു. ഞങ്ങൾ എങ്ങനെ നന്ദി പറയുക മനുഷ്യനോട്? എന്തുകൊണ്ട് നന്ദി പറയും? ഞങ്ങൾക്കുള്ള സന്തോഷം എങ്ങനെ ആ മനുഷ്യനോട് പ്രകടിപ്പിക്കും? അത്ര വലിയ സന്തോഷം ഞങ്ങൾക്ക് ആ കാര്യത്തിലുണ്ട്. സന്തോഷത്തിലാണ്. ഇനിയും വേണ്ടുന്ന കാര്യങ്ങൾ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ നേടും. ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ആധാരത്തിന്റെ റവന്യൂ അവകാശങ്ങളൊക്കെ തിരികെ കിട്ടണം. അല്ല, ഇവര് ഈ റവന്യൂ അവകാശങ്ങൾ റെഡിയാക്കി തരേണ്ടത് കേരള സർക്കാരാണ്. വൈരാഗ്യം വെച്ച് ഇവര് താമസിപ്പിച്ച വീണ്ടും സമരം തന്നെയല്ലേ. ഇവരുടെ പഠിക്കക്കിടന്ന് ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾ മരിച്ചു വീഴുന്നവരെയും പറയാം. ഇവര് വക്കപ്പ് നിയമം വെച്ചുകൊണ്ടാണ് ഇത്രയും നാളും പറഞ്ഞത്. അത് പോയല്ല, അതിനെ ചവിട്ടി താത്തിയല്ല. ഇനി മറ്റുള്ളൊരു നിയമം അവർക്ക് പറയാനില്ല ഞങ്ങളോട്, ഈ ജനത്തിനോട്. ഇവരെ പ്രതി ചേർത്താണ് ഞങ്ങൾ ഈ ഗവൺമെന്റിനെയും ഈ വില്ലേജുകാരെയും ഈ താലൂക്കുകാരും ഈ കളക്ടർ മുതൽ ഇതിന് പ്രതികളായി തീരണം. ഞങ്ങളെ ഇത്രയും ദിവസം ബുദ്ധിമുട്ടിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾ തടഞ്ഞു വെച്ച് ഞങ്ങൾക്ക് വേണ്ടുന്നതായ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഞങ്ങൾക്ക് വേണ്ടുന്ന പെരപ്പണി, പെരട വെക്കല്, ലോണുകള് എല്ലാം ഞങ്ങളുടെ ജീവിത മാർഗം, ഈ ദാരിദ്ര്യപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മാർഗം മുട്ടിച്ചപ്പ ഇവർക്ക് എന്ത് കിട്ടി? ഇവർക്ക് ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ നേരെ ഇത്രയും വലിയതായിട്ട് ഈ 610 കുടുംബം എന്ന് പറയണ ഈ 610 കുടുംബങ്ങളിലും 5, 6, 8, 10 വോട്ടുകളുണ്ടെന്ന് ഇവരെന്താ തീരുമാനിച്ചില്ല? ഞങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചിട്ട് അവർക്ക് ഞങ്ങൾ ഭൂമി കൊടുത്തിട്ട് അവരിവിടെ തന്നെയാണ് താമസിക്കണം. അവർക്ക് കൊണ്ട് മക്കളും കുട്ടികളും ഭർത്താവും ഒക്കെ ഞങ്ങളുടെ ഒപ്പം അവരും ഉണ്ടാകും. അപ്പൊ വോട്ടുകള് മുസ്ലിമുകളുടെ ലീഗിന്റെ വോട്ട് മാത്രം ഇവര് കണക്കാക്കിക്കൊണ്ട് സമരം വിജയിച്ചു. സന്തോഷം, ഭയങ്കര സന്തോഷം. അതെ, ഈ കണ്ണുനീരിനെയും നെഞ്ചിടിപ്പിനെയും ഉറക്കക്കുറവിനെയും ഒരു
അവസാനം ഒരു സന്തോഷം സുഖമായിട്ട് 2 ദിവസം, ഇപ്പൊ 2 ദിവസം ഈ ഇതിന്റെ കാര്യത്തിന് 3 മണി വരെ ഉറങ്ങിയിട്ടില്ല. ഇത് കേട്ടിരിക്കുകയെന്നല്ല. ലോകസഭയിലെ നടപടിയൊക്കെ കണ്ടു അല്ലേ? കണ്ടു 3 മണി വരെയും കണ്ടു. അപ്പൊ അതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല. എന്നാൽ സമാധാനമായിട്ട് കണ്ണടച്ച് ഉറങ്ങാല്ല. 27-ാം വയസ്സിലും ലിസി അമ്മച്ചി ഒന്നാന്തരം പോരാളിയാണ്. അമ്മച്ചിയെ കാണാൻ പറ്റിയത് വലിയ സന്തോഷം. പ്രേക്ഷകരും ഈ അമ്മച്ചിയെ പോലെയുള്ള പോരാളികളാണ് നമ്മുടെ നാടിന് ആവശ്യമെന്ന് തിരിച്ചറിയേണ്ട ഒരു സമയമാണിത്. ഏതായാലും സന്തോഷം അമ്മച്ചി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.